Orange Media. Ready, 1, 2, 3. വിസിൽ ഊതിയാലേ അടിക്കാൻ പാടുള്ളൂ. Ready, 1, 2, ഊതിയില്ല. ഊതടോ. ഊതാൻ പോട്. അടി ചീഞ്ഞ പന്തല്ലേ. മുഹമ്മദേ, നിങ്ങളെ പേരക്കുട്ടി മിടുക്കിയാണ്. അവളെ പാട്ട് പഠിപ്പിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. അതൊന്നും വേണ്ട. 10 കഴിഞ്ഞാൽ കോളേജ് എടുപ്പിന് വിടണം. അതേക്ക് പൂതിയുള്ളൂ. രണ്ടും നടക്കും. എന്താ പോരെ? മുഹമ്മദേ, നിങ്ങളെ മകൻ്റെ പേര് അൻവർ എന്നാണല്ലേ? ഗൾഫിൽ നിന്ന് അയാളെന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ ഇവിടെയാണെന്ന വിവരം അയാൾ അറിയുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. അയാൾക്ക് ഉപ്പയോടോ ഉമ്മയോടോ സംസാരിക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറയട്ടെ? സൂപ്പറിന് തെറ്റിയതാ. ഞങ്ങളുടെ മോൻ്റെ പേര് അൻവർ എന്നല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനുമില്ല. സൂപ്പറിന്റെ എന്റെ മോൻ മുജീബറ്റെ വിളിച്ചു ഖത്തർന്ന്. വിളിച്ചിരുന്നു. ഉപ്പാക്ക് സുഖാണോന്ന് ചോദിച്ചു. തിരക്ക് കാരനാണ് ഇങ്ങോട്ട് വിളിക്കാത്തതെന്ന് പറയാനും പറഞ്ഞു. എന്തിനാ സൂപ്പറിന്റെ? എന്റെ മോൻ മുജീബല്ലേ, ഓൻ വിളിക്കൂല. എനിക്കറിയാ. പോട്ടെ, ഞാനാ കോളി. 10 കൊല്ലമായിട്ട് വിളിക്കാത്തൊരു മകൻ വിളിക്കുക. എനക്ക് തോന്നുന്നുണ്ടോ അമ്മനുട്ടി അങ്ങനെ ഉണ്ടായിണ്ടാവുന്ന്? ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും. ഉപ്പാക്കും ഉമ്മാക്കും സുഖാണോന്നറിയാനാവൂല, മയ്യത്തായോന്നറിയാനാവും. അത് വിളിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ? മയ്യത്തായി. ഓൻ്റെ ഉപ്പയും ഉമ്മയും 10 കൊല്ലം മുമ്പ് മയ്യത്തായി. അല്ല അമ്മനുട്ടി, എനക്ക് പൂതിയുണ്ടോ ഫോണിലും പറഞ്ഞു കേൾക്കാൻ? കേൾക്കണ്ട. സൂപ്രണ്ട് പറഞ്ഞ പോലെ ഇതന്നെയാ ഇനി നമ്മുടെ കുടുംബം. ഇതിന്റെ പുറത്തുനിന്ന് ഇനി ഒരാളും നമ്മളെ വിളിക്കണ്ട. കൊല്ലൂടി ഞാൻ എന്നെ കുട്ടി പിശാചെ. ഞാൻ വേണിച്ചിട്ട് ചെയ്തല്ല, ഇന്നത്തല്ലേ വലിപ്പാ. എന്താ അത്? ഈ എന്താ എന്റെ കുട്ടീനെ കാട്ടുന്നത്? കുട്ടികൾ പാത്തുനടുത്ത് വേണ്ട. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ മാത്രം എന്ത് തെറ്റാ എന്റെ കുട്ടി എന്നോട് ചെയ്തത്? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാ? എന്താ ഓളോടെ ചോദിക്കും? എന്താ മോളെ ഉണ്ടായത്? പറ. എത്ര ഓർക്ക് പന്ത് തട്ടിയാലും പിടിച്ചോളാന്ന് അവരമാമൻ പറഞ്ഞ്. ഞാൻ തട്ടിയപ്പോ അവരമാമൻ പിടിച്ചില്ല. അങ്ങനെയാ പാത്തുട്ടിമാന്റെ മേല് പന്ത് തട്ടിയത്. അല്ലാതെ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. കണ്ടില്ലേ എന്നിട്ട് ഓളെ കള്ളക്കരച്ചില്? അറിഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ എന്റെ കുട്ടി എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതെന്നല്ലോ. ഓൾക്ക് പ്രാന്താ. എന്റെ മാള് വാ. പീരാന്ത ഉമ്മക്കാണ്ടി മാളാണ് പോലും മേല്. ഏതോ ഓർത്ത് ഗേറ്റും പടിക്ക് കൊണ്ടിട്ടത്. എങ്ങനെയുണ്ട് എന്റെ മാളാവണത്? ഇവിടെ പെട്രോൾ ഒരു പെട്രോളാവും. അതിന്റെ സ്വഭാവം കൊണ്ട് നമ്മള് കാണിക്കരുത്. പാത്തുട്ടിനെ മുണ്ടരുത്. ആര് പറ്റൂന്നല്ല, ഞങ്ങള് സ്നേഹിച്ചു പോറ്റുന്ന മോളാ. മോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മോളെ തൃപ്തിയായില്ലേ? ആ പാവം കുട്ടീൻ്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ അനക്ക് തൃപ്തിയായില്ലേ? കഷ്ടം. എന്തിനായത് പാത്തുട്ടിയത്? ഒന്ന് പോതേ.
നിന്റെ മാള് ഞങ്ങളുടെ പേരക്കുട്ടി അല്ലാന്ന് പറഞ്ഞത് പാത്തുട്ടിയല്ലേ? പാത്തുട്ടിക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഈ എന്തിനാ അമ്മനുട്ടിയെ ഓളോട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കണത്? നമുക്ക് ഓള് പേരക്കുട്ടിന്നെ, പക്ഷെ ഓൾക്ക് നമ്മള് വലിയപ്പയും വലിയമ്മ എല്ലായിരിക്കാം. അതുകൊണ്ടല്ലേ ഏതോ ഒരുത്തി പ്രാന്ത് പറഞ്ഞപ്പോഴേക്ക് ഓളിങ്ങനെ കരയല്ല. എൻ്റെ മോൾട്ടി, ഈ കരച്ചില് കണ്ട എൻ്റെ വലിയപ്പാക്ക് സഹിക്കും തോന്നുന്നുണ്ട. വലിയപ്പാന്റെ കാര്യം പോട്ടെ, എൻ്റെ വലിയമ്മക്ക് വലിപ്പ വിഷമിക്കല്ലേ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇതന്നെയാ എന്റെ വല്യപ്പയും വല്യമ്മയും. ഈ കേട്ടോ അമ്മനുട്ടിയോട് പറഞ്ഞത്? എന്ത് ഇവള് പറഞ്ഞത്? ഇവളെന്താ പറഞ്ഞേ? കുന്തം. ഇതിൽ പേത കൊണ്ടോകുക. പാകായ പഴുപ്പ് ഇതാ, പക്ഷെ എണ്ണത്തിൽ കൂടുതൽ ഇതാ. കുഴപ്പത്തിലായല്ലോ റബ്ബേ. കുഴപ്പമില്ല. അല്ല, ഇങ്ങക്ക് ഇടുന്നതൊക്കെ പഞ്ചാര പഞ്ചാര തട്ടുമച്ച മത്തം കടലാസിൽ പോയി വെച്ചാൽ പോയി. ചേന അടുപ്പിന്റെ അപ്പുറത്ത് തേങ്ങ അടിക്ക എന്നാ പിന്നെ നിങ്ങൾ വേണ്ട മാതിരി ചേച്ചി, ഞമ്മൾ പോട്ടെ. അടുക്കള വാതിരി പൂട്ടണേ, കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ ഉള്ളതാ. ഇവൻ നന്നാവൂ അവറാനെ. എനിക്ക് തോന്നണില്ല. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ബസ് ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഒരു വർഷത്തിനിടെ മൂന്നാം തവണ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉയരം കൂട്ടുന്നതിനെ ചൊല്ലി കേരളവും കാർഗിലിൽ വീണ്ടും തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം. കശ്മീരിലെ കാർഗിൽ മലമടക്കുകളിൽ കാർഗിലിൽ നുഴഞ്ഞു കയറിയ എങ്ങനെ നുഴഞ്ഞു കയറായിരിക്കും? നമ്മളിങ്ങോട്ട് പോകുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അതിർത്തിയൊക്കെ അനാഥമായി. അല്ല, നിങ്ങൾ ഇപ്പോഴും ഉണ്ടാ? എന്തേനു? അല്ല, ഇന്നാളൊരു പേപ്പറിലെ ഒരു 45-കാരൻ വണ്ടി മുട്ടി മരിച്ചു എന്നൊരു വാർത്ത വായിച്ചയാ. ഞാൻ വിചാരിച്ചത് നിങ്ങളായിരിക്കും. മരിച്ചോന്റെ പേര് അബൂബക്കർന്നാ? ഏയ്, അതൊന്നും നമ്മൾ വായിച്ചില്ല. ഞാൻ അങ്ങോട്ട് ആഗ്രഹിച്ച്. അത് ചിലപ്പോ എന്റെ അത്യാഗ്രഹമായിരിക്കും. വാച്ച്മാൻ ഇടിവെട്ടി മരിച്ചു എന്ന വാർത്തയും വരും. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പാട്ട്. ഇത് നമ്മളെ തെക്കേ പറമ്പിൽ നിൽക്കണേ മൂവാണ്ടമ്മാവന്റെ മാങ്ങ. ആ മോട്ടോർ പരേന്റെ അടുത്ത് നിൽക്കണതേ. ഇത് പിന്നെ മുറ്റത്ത് നിൽക്കണ പേരേമുണ്ടായത്. ഒരു ചക്ക കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ തോന്നി മാണ്ടാന്ന്. ഇത്രയും ദൂരം കെട്ടിപ്പൊക്കി കൊണ്ടെന്നാല് നിങ്ങളതൊന്നും കഴിക്കൂലല്ലോ. അവിടുന്ന് കൊണ്ടുവരുന്ന ചക്കയായാലും മാങ്ങയായാലും അവിടുത്തെ വിശേഷങ്ങളായാലും അതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ അബൂക്കറെ? എൻ്റെ വീട് നിതാ, അല്ലാതെ ഉറവിൽ തറവാടല്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രം അവിടെ ഉള്ളതൊക്കെ നിങ്ങളതല്ലാണ്ടാവോ? അൻവർ നിങ്ങളെ മോനല്ലാണ്ടാവോ? മുനീറ മരോളല്ലാണ്ടാവോ? ഷാനിമോൾ നിങ്ങളെ പേരക്കുട്ടി അല്ലാണ്ടാവോ? ഷാനിമോളോ? അൻവറിന്റെ കുട്ടീന്റെ പേരതാ. ആ കുട്ടിക്ക് ഇപ്പൊ 89 വയസ്സായിത്രേ. അൻവർ ദുബായിൽ നിന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ അടുത്ത് ഓനും കുടുംബം നാട്ടിൽ വരുന്നുണ്ടത്രേ. മോള് ഉപ്പാന്റെ നാടും വീടും ഉപ്പുപ്പാനും ഉമ്മമ്മാനും ഒക്കെ കാണാൻ പൂതിപ്പെടുന്നുണ്ട്. അപ്പോ ഞങ്ങൾ ശരണാലയത്തിലാ കഴിയണമെന്ന് ഓര് പറഞ്ഞു കൊടുത്തതും സൂപ്പറിന്റെ നമ്പർ കൊടുത്തൊക്കെ ഇയാണല്ലേ? അത് പിന്നെ ഓൻ അങ്ങനെ കുത്തി കുത്തി ചോദിച്ചപ്പോ ഞാൻ ഒരു തറവാട്ടിലെ പണിക്കാരനല്ലേ, ചോദിച്ചാ പറയാണ്ടക്കാൻ പറ്റുമോ? പിന്നെ ഓൻ ചോദിക്കണത് ഓന്റെ വാപ്പാന്റെ ഉമ്മാന്റെയും കാര്യല്ലേ, മറച്ചു വെക്കാൻ എനിക്ക് എങ്ങനെയാ? അബൂക്കർ നിർത്ത്. ഇതൊക്കെ പറയാനാ അബൂക്കർ ഇങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ മേലെ അങ്ങോട്ട് വരണ്ട.
എവിടെയായാലും ഞങ്ങളുടെ മോൻ സുഖമായിട്ട് കഴിയണേന്ന് നിങ്ങൾ പടച്ചവരോട് തേടാറുണ്ട്. ഓന് സുഖവും സ്വസ്ഥതയും ഉണ്ടാവണമെങ്കിൽ ഓൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഉണ്ടായിക്കൂടാ. ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഓനും. ഇപ്പം പോയാൽ രാത്രിക്ക് മുമ്പ് കോട്ടയ്ക്കലെത്താം. അപ്പോക്കൊരു പോ. ഒക്കെ നമ്മുടെ പുരയിലുണ്ടായതാ. ഇതൊക്കെ അവോക്കർ കെട്ടിപ്പോഞ്ഞെടുത്തോണ്ട് വരുമ്പോൾ കൂടെ കൊണ്ടുവരുന്നത് നമ്മൾ മറക്കാൻ ശ്രമിക്കണ ഓർമ്മകളാ. ഒറുവിൽ തറവാട്, അവിടേക്കൊരു തിരിച്ചുപോക്ക് ഇനി നിനക്കാവോ അമനുട്ടി?